ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വീഡിയോ ആണ്. കാരണം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്കുള്ള ഈസി ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു 5 കിഡിലൻ ടിപ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 5ഉം വെറൈറ്റിയാണ്. നമ്മൾ ധാരാളം ടിപ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന് വിഭിന്നമായ പുതിയ കുറച്ച് ടിപ്സ് കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ, സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 5 കിഡിലൻ ടിപ്പാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള 5 കിഡിലൻ ടിപ്സിനെ കുറിച്ചാണ്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്പീക്ക് സ്പീക്ക് സ്പീക്ക്. സംസാരിക്കുക സംസാരിക്കുക സംസാരിക്കുക. നമുക്ക് സംസാരിക്കേണ്ട ഒരു കാര്യം, ഒരു ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. കേവലം എഴുതാൻ വേണ്ടിയിട്ടോ വായിക്കാൻ വേണ്ടിയിട്ടോ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് മറ്റൊരു ആളോട് ഈ ഒരു ഭാഷയിൽ, ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സംസാരിച്ച് തന്നെ അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം, നമുക്കൊരു സായിപ്പിനെയോ മദാമയോ കിട്ടാനില്ല സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ നമ്മൾ ചെയ്യുക? പക്ഷേ ഇതിൽ ചില ആളുകൾ, ഈ വീഡിയോ കാണുന്നവരിൽ പല ആളുകളും വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം, അറബ് കൺട്രീസിൽ അല്ലെങ്കിൽ GCC കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, പല രാജ്യത്ത് വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. അവിടെയൊക്കെയാണ് നമുക്ക് പോസിബിലിറ്റി വളരെ കൂടുതലുള്ളത്. അവിടെ പല രാജ്യത്ത് ജീവിച്ചു വന്നവരുണ്ടാവാം, പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, പല നാടുകളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ആളുകളും അവിടെ ഉണ്ടാവാം. അപ്പോൾ ഈ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. ഇത്തരത്തിലുള്ള വിദേശികളുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തെറ്റിപ്പോകുമോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാകുമോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്കുകളൊന്നും നമ്മൾ കെയർ ചെയ്യാറില്ല. കേൾക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, സംസാര ശൈലി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവരോടൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഒരു മടിയും കൂടാതെ സംസാരിക്കുക. മാക്സിമം ആ ഒരു ചാൻസ് നിങ്ങൾ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ തന്നെ, ഇപ്പോൾ അതർ സ്റ്റേറ്റ്സിലൊക്കെ പഠിക്കുന്നവർ, വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് കുറച്ചുകൂടെ പോസിബിൾ ആണ്. ഇംഗ്ലീഷ് അവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സംസാരിച്ച് പഠിക്കാം. ഇനി കേരളത്തിൽ, നാട്ടിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ സംസാരിക്കാൻ അവസരങ്ങളില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്പീക്കിംഗ് ട്യൂട്ടേഴ്സുമായിട്ട് കോളിംഗ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. അത്തരത്തിലുള്ള വൈബുകളുള്ള, പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനെ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് വോയിസ് മെസ്സേജുകളും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഇംഗ്ലീഷിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ സ്പീക്ക് സ്പീക്ക് സ്പീക്ക്, സംസാരിക്കുക തന്നെ വേണം. ഇതാണ് ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: റിഫ്ലക്റ്റ് ഓൺ യുവർ കോൺവെർസേഷൻസ്. റിഫ്ലക്റ്റ് ഓൺ യുവർ കോൺവെർസേഷൻ. നിങ്ങൾ ഓരോ സംഭാഷണങ്ങളും, ഇംഗ്ലീഷിൽ നിങ്ങൾ ഒരു സംഭാഷണം കഴിഞ്ഞു എന്ന് വിചാരിക്കും, ഒരു ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ഒരാളോട് ഫോണിൽ സംസാരിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ വഴിയെ പോകുന്ന ഒരു വിദേശിയുമായി സംസാരിച്ചതായിക്കോട്ടെ, ഓരോ സംസാരവും നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങളതൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. അതായത് ചില കാര്യത്തിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, അല്ലേ? ഇന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് നല്ല തൃപ്തി കിട്ടിയിട്ടുണ്ടാവാം, നല്ല വാക്ക് ഉപയോഗിച്ചു, ആ ടോൺ വളരെ കറക്റ്റായിരുന്നു, കുറച്ചുകൂടി നന്നായിട്ട് എനിക്കിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാവും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ആ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെയുള്ള സംസാരങ്ങളിലും അതേ ശൈലിയിൽ, ചിലപ്പോൾ പുഞ്ചിരിച്ച് സംസാരിച്ചതായിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ ചില വാക്കുകൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെയും സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കീപ്പ് ചെയ്തിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ കോൺവെർസേഷൻസ് കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അതിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ കൂടെ കൊണ്ട് നടക്കുകയും നെഗറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ കോൺവെർസേഷൻസ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലുള്ള മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ലിസൺ ആൻഡ് റീഡ്. ലിസൺ ആൻഡ് റീഡ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സംസാരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലിസൺ ലിസൺ ലിസൺ, പിന്നെ റീഡ്.
നന്നായിട്ട് കേൾക്കണം. ഇംഗ്ലീഷ് വിദേശികൾ സംസാരിക്കുന്നത് നന്നായിട്ട് കേൾക്കുക. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് റേഡിയോ പ്രോഗ്രാംസ് കേൾക്കാം. അതുപോലെ തന്നെ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ഇംഗ്ലീഷ് മൂവീസ് കാണുക, അതും സബ് ടൈറ്റിലോട് കൂടിയിട്ടുള്ള മൂവീസ് കാണുക. കാരണം അവർ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, പക്ഷെ ആ വാക്ക് താഴെ ഇംഗ്ലീഷിൽ തന്നെ എഴുതി കാണിക്കുകയാണെങ്കിൽ ആ പറഞ്ഞത് ഈ വാക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും അതങ്ങനെയാണ് ശരിക്കും പറയേണ്ടത് എന്നുള്ള ഒരു ബോധം നമുക്ക് വരികയും ചെയ്യും. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പിന്നെ അതേ ശൈലിയിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റും. അപ്പോൾ മൂവീസ് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്കവറി ചാനൽ പോലുള്ള ചാനലുകളിലുള്ള ഡോക്യുമെൻ്ററീസ് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇംഗ്ലീഷ് സോങ്സ് എന്ത് ചെയ്യാം, കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിലുള്ള വരികൾ ചിലപ്പോൾ ലിറിക്കൽ വീഡിയോസ് കാണാൻ പറ്റും. ചില നമുക്ക് ഫേമസ് ആയിട്ടുള്ള ചില ഇംഗ്ലീഷ് പാട്ടുകൾ അതിൻ്റെ വരികൾ ഇങ്ങനെ എഴുതി കാണിച്ചിട്ട് മ്യൂസിക് മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള ഒരു ശൈലി. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ വരികൾ എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും, ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അങ്ങനെ ലിസൺ ലിസൺ ലിസൺ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്, പ്രിപ്പയർ എ ചീറ്റ് ഷീറ്റ്. പ്രിപ്പയർ എ ചീറ്റ് ഷീറ്റ്. ചീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മൾ ഓരോ കോൺവെർസേഷൻ ചെയ്യുമ്പോഴും ഓരോ സാഹചര്യത്തിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. എപ്പോഴും ഒരേ ശൈലിയിൽ ഒരാളോട് മാത്രം, ഒരാൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സംസാരിക്കുന്ന ശൈലിയിലാണോ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പോവുക? അതുപോലെയാണോ നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് സംസാരിക്കുക? അതുപോലെയാണോ ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് നമ്മൾ സംസാരിക്കുക? അതുപോലെയാണോ നമ്മൾ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യുക? അങ്ങനെയല്ല, ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഡിഫറൻ്റ് ആയ രീതിയിലാണ് സംസാരിക്കേണ്ടത്. അതുപോലെ കോൺവെർസേഷൻ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുകയാണ്. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം കൃത്യമായിട്ട് 10 മണിക്ക് ശേഷം ഞാൻ ആ സാറുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു മാനേജറുമായിട്ട് ഓഫീസറുമായിട്ട് ഞാൻ സംസാരിക്കേണ്ടി വരും. അങ്ങനെ തോന്നുകയാണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ആ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വാക്കുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുക. ആദ്യം തന്നെ നമ്മൾ പഠിച്ചു വെക്കുക, എന്നിട്ട് സംസാരിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് എല്ലാ സിറ്റുവേഷനിലും നമ്മൾ പറ്റിയ വാക്കുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ നെർവസ്നെസ് പോവും, അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ എ ചീറ്റ് ഷീറ്റ്. അത് നമ്മൾ എല്ലാവരും തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ആ സാഹചര്യത്തിനനുസരിച്ചുള്ള വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യണമല്ലോ. ഓക്കെ, ഇനി ഇതിൽ 5ാമത്തെ കിടിലൻ ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ടിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, പിക്കപ്പ് എ ഫോൺ കോൾ. പിക്കപ്പ് എ ഫോൺ കോൾ. നിങ്ങൾക്ക് വരുന്ന ഒരു ഫോൺ കോള് നിങ്ങൾ എടുക്കുക. മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ നിങ്ങൾ സംസാരിക്കേണ്ടി വരുന്ന ഒരു ഫോൺ കോൾ, ഒരു ഇൻ്റർവ്യൂ, ഓൺലൈനായിട്ടൊരു ഇൻ്റർവ്യൂ ഫോണിലൂടെ സംസാരിക്കുക. ഈ ഫോണിലൂടെ സംസാരിക്കുക എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ പിന്നെ വീഡിയോ കോൾ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്, ടെലിഫോണിക് കോൺവെർസേഷനാണ് ഞാൻ പറയുന്നത്. നമ്മൾ വോയിസ് ആയിട്ട് സംസാരിക്കുന്ന ആ രീതിയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഒരാളെ കാണാതെ അയാളോട് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അയാളുടെ എക്സ്പ്രഷൻസ്, അയാളുടെ ഭാവം, അയാൾ ശരിക്കും എന്താണ് ഉദ്ദേശം എന്നുള്ള ആ ഒരു ഫീല് നമുക്ക് ഒരുപക്ഷെ മൊബൈലിലൂടെ സംസാരിക്കുമ്പോൾ കിട്ടണമെന്നില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലും നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ സംസാരിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടെലിഫോൺ കോളുകൾ, ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്തിട്ട് കൂടുതലും സംസാരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. പല ആളുകളും കോളിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ കൊടുക്കാറുണ്ട്. ഫീസ് കൊടുത്തിട്ട് എല്ലാ ദിവസവും 10 മിനിറ്റ് സംസാരിക്കുന്ന രീതിയിൽ ആളുകൾ ജോയിൻ ചെയ്യാറുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഫോണിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കോൺഫിഡൻസ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ 5 ടിപ്സും നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ശ്രമിച്ചു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരത്തിൽ, സ്പീക്കിങ്ങിൽ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ടിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.